സോറി സാർ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയേനെ. ഇപ്പൊ പിന്നെ ഏയ്, നീ എന്തിനോട് നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പോഴും നീയാ? മുരുക, വെള്ളം എടുക്കാൻ മറന്നു പോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാം. സെക്യൂരിറ്റി ഇവിടെ വാ. സാർ, വണ്ടി നല്ലോണം ചെക്ക് ചെയ്തല്ലോ? രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളവർ കാരണം ബോംബ് പൊട്ടുന്നത്. സർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേർണി സർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അതറിഞ്ഞോണ്ട് എന്നെ വിളിച്ചേ സാർ. ഏ? ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ. പറയാം സാർ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട. ഇവിടെ മുരുക, എന്താടാ? എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തിയ? എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയോ? ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? വഴിയിൽ യാതൊരു വക തടസ്സവും ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. പുറപ്പെടുമ്പോ തന്നെ നല്ല ശകുനം. മണി 8:30 ആയോ? അയ്യോ, പട്ടി 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 പൊട്ടിന്ന് കേട്ടിട്ട് കൈ കൊട്ടുന്ന. അയ്യോ, ടി പാല് ബോംബ് പൊട്ടുന്ന പടമാണല്ലോ ഇട്ടേക്കുന്നത്. അതാ ഒരു ഭക്തി പടവിട്ട് കാണിച്ചുകൂടായിരുന്നോ പോണത്? ഭക്തി പടവിടാനായിട്ട് മിണ്ടാതിരിക്കടാ. അയ്യോ, ആ തീറ്റപ്രാന്തം കേൾക്കുന്നില്ല. ദൈവമേ, വെച്ചവനെ തന്നെ ബോംബെടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അതെ, വണ്ടി നിർത്ത വണ്ടി നിർത്ത വണ്ടി നിർത്ത. ഓണടിക്കുന്നു, വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്താം. എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാം ഈ മണ്ടൻ ബാനർജി കാരണമാണ്. ഞാനോ? ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. വെച്ചത് തന്നെ അവനാണ്. മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ? അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല. എന്തു വെച്ചത്? അത് ഏയ്, നീ ഇവിടെ വാ. റെഡി. ശരി, എന്താ വെച്ചത്? ഏയ്, എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ, ഞാൻ മറന്നു വെച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലോ. അതല്ല കൊണ്ടുവന്നേ. ഇന്നമ്മേ, വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ. ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണയൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പോയല്ലോ. മച്ചാ, നന്നായിട്ട് ആഘോഷിക്കേ. എല്ലാരും പോയിട്ട് വാ. നിക്ക്, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മേ, അവനെ വിളിക്കേ. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അയ്യോ, വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുക. ഞാൻ വരുന്നില്ല. ആദ്യമൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ? വാ, നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം. ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ, എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാരും പറയും എങ്കിലും അവൻ വരുവുള്ളൂ. നല്ല ജോലിയായിരിക്കും. ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. സാറ് പറഞ്ഞ ഇവൻ കേക്കും. നീ അകത്ത് പോ. സാറും പറഞ്ഞു വാ. ശരി, ഒന്നിച്ച് പോവാൻ നമുക്ക് വാ. വിട്. പേടി പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാവുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ നോക്കളിയാ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവസാനമായി നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് നീ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ച് നിന്റെ ബാഗിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ. ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല. പിന്നെ അയാളുടെ ജീവൻ അപ്രധാനം. അതെ, ടൈം എന്തായി? 8:30 മുരുക. 8:30. എന്താ ഇത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്നത് പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ. സ്വർഗത്തിൽ ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിൽ മേക്കപ്പോടെ തന്നെ നിൽക്കുന്നതൊക്കെ. ഇതാരാ? ആകെ ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കും. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ. നിങ്ങളെ രക്ഷിക്കാനായി പെടപാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുമായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ, ഒക്കെ സത്യ.
സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. ബോധമാവോ? രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. എഴുന്നേക്ക്. അമ്മേ, അമ്മേ. അത് ശരി, ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതിൽ ഞാനുണ്ടായിരുന്നില്ലേ? ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോ പൊട്ടും എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിലെ അമ്മച്ച ഡമാർ. നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് സാർ. നമ്മുടെ വിചാരണയ്ക്ക് അവിടെയുള്ള ലോക്കൽ പോലീസ് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും സാർ. Get up, get up. എഴുന്നേക്കാൻ പറ. സാർ, ഇവരെല്ലാം അടുത്ത മലയിൽ താമസിക്കുന്നവരാ. ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് 20ഓളം കുട്ടികളെ കാണാതായിട്ടുള്ളത് സാർ. ഡ്രെയിനേജിൽ നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സാർ അതിൽ ഇവരുടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായത് സാർ. ഇവരെന്താ ഈ പറയുന്നേ? ഡെക് താങ്കൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ അവരുടെ കുട്ടികളെ കാണാതെ പോകുന്നത് കുറഞ്ഞതെന്നാണ് പറഞ്ഞത് സാർ. അതെ, അതെ, നിനക്ക് ബോറടിക്കല്ലടാ. എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക. ഇതല്ലേ എന്റെ ജോലി, അതിനല്ലേ ഞാൻ വന്നത്. ശരി, അതെന്താ സെൽഫോൺ? പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബ്. ബ്ലൂടൂത്ത് അതെന്നാ? എന്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയ ഈ ബോംബ് പൊട്ടും. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആട്ടി ഇത് എവിടെ വെക്കാനാ? നീ ഇതെന്നെ ഒരു ഐഡിയ പറ. ഞാനോ? ജഡ്ജി എവിടെ കാണും? എന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയോ? നിക്കങ്ങോട്ട്. ആ, മുരുക, ഇത് പിടിക്ക്. ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒളിച്ചു വെക്ക്. ആ ഇളയമാന്റെ ശല്യം സഹിക്കാൻ വയ്യ. അയാള് കണ്ടുപിടിക്കരുത്. ഓക്കെ, ഇതിപ്പോ തന്നെ വെള്ളത്തിൽ കളയാം. ഏയ് മുരുക, അയ്യോ, പിന്നെ വിളിച്ചു. നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ നോക്ക്. നോക്കാം. ഇത് പിടി. എടാ, ചിക്കനുണ്ടെന്ന് പറയാ. ആ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. ശരി. 9900197072. പതുക്കെ, തെറ്റുപറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ വാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? താരാ, എന്റെ ഗിറ്റാർ കണ്ടോ? കണ്ടല്ലോ. എവിടെ? കൊൽക്കത്തയിൽ. ഞാൻ ഡാർജിലിംഗിൽ കൊണ്ടുവന്നല്ലോ, അതാ ചോദിച്ചേ. അതെനിക്കറിയില്ലല്ലോ. ഏയ്, അതെറിയ. രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ളൂ. ഇതിനകത്തോ? എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അത് മതി. എന്ത് വലിയ റിസ്ക് എടുക്കുന്ന. എല്ലാവരും വേഗം വാ. ഇവരുടെ നാട്ടിൽ ഇന്നൊരു കല്യാണമുണ്ട്. നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം. അയ്യോ, അവരുടെ കൂടെയോ? അങ്കിൾ ബോറടിക്കുമെങ്കിൽ വേണ്ട അങ്കിൾ, പ്ലീസ്. Shut up. എത്ര സ്നേഹത്തോടെ വിളിക്കുന്നേ. എല്ലാവരും പോണം. ഞാൻ വിചാരണ കഴിഞ്ഞ് അവിടെ എത്തിയേക്കാം. എല്ലാവർക്കും ലഞ്ച് അവിടെയാ.